അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രമായ ഇടിയങ്ങര ഷെയ്ഖ് പള്ളി മക്കാമിലേക്കാണ്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്ങര ഷെയ്ഖ് പള്ളി ഏറെ പ്രസിദ്ധമാണ്. കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ഇടിയങ്ങരയിൽ നിലകൊള്ളുന്ന ഈ പുണ്യമക്കാമിന് വൈവിധ്യമായ സവിശേഷതകൾ ഏറെയുണ്ട്. ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനായ അശ്ശൈഖ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിനു അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു എന്ന മാമുക്കോയ തങ്ങളാണ്. 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ നാടായ ഹിംസിൽ നിന്നും കച്ചവടാവശ്യാർത്ഥം കപ്പൽ വഴി കേരളത്തിലെത്തിയ അശ്ശൈഖ് അലാഉദ്ദീൻ എന്നവർ കോഴിക്കോട് നിന്ന് വിവാഹം കഴിക്കുകയും അവിടെ താമസമാക്കുകയും ചെയ്തു. പ്രസ്തുത ദാമ്പത്യവല്ലരിയിൽ ഹിജറ 930 ഷെയ്ഖ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിനു അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും മതപഠന രംഗത്ത് അത്യുന്നതി കൈവരിക്കുകയും ചെയ്തു. തുടർന്ന് ആത്മീയതയുടെ പുണ്യവഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. അസ്ത്രപ്രയോഗം, വാൾപ്പയറ്റ് മുതലായ കായികാഭ്യാസങ്ങളിൽ പ്രാവീണ്യം നേടിയിരുന്ന ഷെയ്ഖ് അവർകൾ ഒരു തികഞ്ഞ യോദ്ധാവ് കൂടിയായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയും വൈദേശികാധിപത്യത്തിനെതിരെയും പോരാടാൻ തൻ്റെ ആത്മീയ ശക്തി മഹാനവർകൾ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചു. മഹ്ദൂം തങ്ങളുടെ ക്ഷണപ്രകാരം ആത്മീയ പ്രകാശപ്രഭ പരത്താൻ മഹാനവർകൾ പൊന്നാനിയിലും വെളിയങ്കോടും താനൂരുമെല്ലാം സഞ്ചരിക്കുകയും മഹാനവറുകളുടെ ജീവിതം വഴി ധാരാളം പേർ ഇസ്ലാമിലേക്ക് വരാൻ അത് നിമിത്തമാവുകയും ചെയ്തു. കച്ചവടത്തിനായി മഹാനവറുകൾ പല നാടുകളിലും സഞ്ചരിച്ചു. അവസാനം ജന്മനാടായ കോഴിക്കോട്ടേക്ക് തന്നെ തിരിച്ചു വന്നു. സ്ഥലത്തെ ജുമഅത്തുപള്ളിയിൽ ഇബാദത്തിൽ മുഴുകി. അതോടെ തൻ്റെ പ്രസിദ്ധി സർവ്വവ്യാപകമായി. ജീവിതകാലത്തും വിയോഗാനന്തരവും നിരവധി കറാമത്തുകൾ പ്രകടമാക്കിയ മഹാനവറുകൾക്ക് ഖാദിരിയ, ചിസ്തിയ തുരീഖത്തുകളിൽ നിരവധി മുരീദന്മാരുമുണ്ട്. ഒരിക്കൽ രാജകൊട്ടാരത്തിലേക്ക് തൊഴിലാളികൾ പഞ്ചസാര ചാക്കുകളുമായി ചുമന്നു പോവുകയായിരുന്നു. ഷെയ്ഖ് അവറുകൾ ചോദിച്ചു, ഇതെന്താണ്? അവർ തമാശയായി പറഞ്ഞു, ഇത് ഉപ്പാണ്. തത്സമയം ഷെയ്ഖ് പറഞ്ഞു, ഉപ്പെങ്കിൽ ഉപ്പ്. കൊട്ടാരത്തിലെത്തി ചാക്കഴിച്ചപ്പോൾ പഞ്ചസാര ചാക്കുകളെല്ലാം ഉപ്പായി പരിണമിച്ചിരിക്കുന്നു. ഷെയ്ഖിനോട് അവർ പറഞ്ഞ പരിഹാസ മറുപടിയുടെ ഗൗരവം മനസ്സിലാക്കിയ രാജാവും പരിവാരങ്ങളും ഷെയ്ഖിനോട് മാപ്പപേക്ഷിച്ചു. പ്രസ്തുത ചരിത്രം മഹാനായ ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ പേരിൽ രചിക്കപ്പെട്ട മൗലിദ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചയം അള്ളാഹുവിന് ചില അടിമകളുണ്ട്. അവർ ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് സത്യമാക്കുമെന്ന പ്രവാചക വചനത്തെ അന്വർത്ഥപ്പെടുത്തുകയാണ് ഈ സംഭവം. നിരവധി കറാമത്തുകളും മഹാത്മ്യങ്ങളുമുള്ള മഹാനവറുകളുടെ സാന്നിധ്യം ജാതിമത ഭേദമന്യേ സാമൂതിരി രാജാവടക്കം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ഹിജറ വർഷം 980 റജബ് 15 ഷെയ്ഖ് അവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ശേഷക്രിയകൾക്ക് അവിടുത്തെ മുഖ്യ ഖലീഫ ഹസ്രത്ത് അലിയുന്നാശ്വരി നേതൃത്വം നൽകി. തനിക്കു വേണ്ടി കടപ്പുറത്ത് കുഴിച്ചുവെച്ച ഖബറിൽ ആ പുണ്യശരീരം അടക്കം ചെയ്തു. 1 നൂറ്റാണ്ടിനു ശേഷം അതിശക്തമായ കടൽക്ഷോഭം മൂലം കരയുടെ കുറേ ഭാഗങ്ങൾ കടൽ വിഴുങ്ങി. ഷെയ്ഖിൻ്റെ ഖബറും കടലിൻ്റെ ഭീഷണി നേരിട്ട് കൊണ്ടിരുന്നു. അന്നൊരു രാത്രി നാട്ടിലെ ഖാലി അവർകൾക്കും പൗരപ്രധാനികൾക്കും ഒരു സ്വപ്നം, ഷെയ്ഖിൻ്റെ ഖബർ തുറന്ന് മറ്റൊരിടത്തേക്ക് മാറ്റണം. അവർ അപ്രകാരം ചെയ്തു. 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ പുണ്യശരീരത്തിന് ഒരു മാറ്റവും ബാധിച്ചിരുന്നില്ല എന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. ആത്മീയ പദവിയിൽ ഷെയ്ഖ് അവറുകളുടെ പദവി അതുല്യമായിരുന്നുവെന്നതിൽ സംശയമില്ല. മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ ഇടിയങ്ങര മക്കാമിൽ സിയാറത്ത് ചെയ്തിരുന്നുവെന്ന് മർഹൂം മൗലാന അഹമ്മദ് കോയ ശാലിയാത്തി നവ്വറല്ലാഹു മർഖദഹു രേഖപ്പെടുത്തിയതായി കാണാം. മമ്പുറം തങ്ങളവർകൾ അങ്ങകലെ ചെരുപ്പഴിച്ചു വെച്ച് നഗ്നപാതനായി നടന്നു വന്നായിരുന്നു മഹാനവറുകളുടെ മക്കാം സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നുവെന്നത് ഷെയ്ഖ് ഹിംസി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം എത്രയാണ് എന്ന് നമ്മെ മനസ്സിലാക്കാൻ പ്രാപ്തമാക്കുന്നു. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ, ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഖുത്തുബുൽ ആലം സി.എം. വലിയുല്ലാഹി, തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ,
നവ്വറല്ലാഹു മർഖദഹും തുടങ്ങി ധാരാളം മഹാന്മാർ സ്ഥിരമായി സിയാറത്ത് ചെയ്തിരുന്നതും അവരുടെയൊക്കെ ആത്മീയ അഭയ കേന്ദ്രം കൂടിയായിരുന്നു ഇടിയങ്ങര മക്കാം. വർഷം തോറും ഷെയ്ഖിൻ്റെ ആണ്ട് നേർച്ച വിപുലമായ രൂപത്തിൽ തന്നെ ആഘോഷിക്കുന്നു. റജബ് മാസം ആദ്യവാരം തുടങ്ങുന്ന അപ്പവാണിഭ നേർച്ച കേരളത്തിലെ പഴക്കവും തഴക്കവും വന്ന വിപുലമായ നേർച്ചകളിൽ പ്രധാനമാണ്. ശാരീരികാവയവങ്ങളുടെ രൂപമുള്ള അപ്പങ്ങൾ വാങ്ങി മക്കാമിൽ ദാനം നൽകുന്നതോടൊപ്പം സംഭാവനകളും നേർച്ചകളും സമർപ്പിക്കപ്പെടുന്ന ഇവിടുത്തെ നേർച്ചയുടെ വ്യതിരക്ത രീതി ഒന്ന് വേറെ തന്നെയാണ്. നേർച്ചയ്ക്ക് കൊടിയേറിയത് മുതൽ ദിവസങ്ങൾ നീളുന്ന നേർച്ചയിൽ മൗലിദ് പാരായണം, ഖുർആൻ പാരായണം, മതപ്രഭാഷണം, റാത്തീബുകൾ, അനുസ്മരണം, പണ്ഡിത സമ്മേളനം, അന്നദാനം തുടങ്ങിയ പരിപാടികളുണ്ടാവും. നേർച്ച ദിവസങ്ങളിൽ പതിനായിരങ്ങൾ ഒഴുകുന്ന നേർച്ചയിൽ കിലോമീറ്ററോളം നീളുന്ന അപ്പക്കച്ചവടങ്ങളും മറ്റും രാത്രി പകലിനെ അനുസ്മരിപ്പിക്കുന്നതായിരിക്കും. ആദിപൂണ്ട ഹൃദയവുമായി അനേകായിരങ്ങൾ ഇന്നും ആ കാൽച്ചുവട്ടിൽ ശാന്തി തേടി അണയുന്നു. അണമുറിയാത്ത കറാമത്തുകൊണ്ട് ജനതയുടെ കണ്ണീർ തുടച്ച് ഇടിയങ്ങരയുടെ മണ്ണിൽ ശൈഖവറുകൾ വാഴുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അശൈഖ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹുവിൻ്റെ ദറജകളെ ഉയർത്തിക്കൊടുക്കട്ടെ. അവരുടെ ഹക്കിജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഈ മഹാൻ്റെ ബർക്കത്തുകൊണ്ട് ആജിലായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുഴുവൻ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹാൻ്റെ ബർക്കത്തുകൊണ്ട് ഹാസുലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.